ഇന്ന് നമുക്ക് കൊഞ്ചം പൊടി വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ. ഉച്ചക്ക് ചോറിന് എന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അമ്മ കുറച്ച് കൊഞ്ചം പൊടി തന്നത്. നമ്മൾ കൊഞ്ചം പൊടി എന്നാട്ടോ പറയുക, നിങ്ങൾ ചിലപ്പോൾ ചെമ്മീൻ പൊടി എന്നൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ ഉണക്ക കൊഞ്ചം പൊടി വെച്ച് നമുക്ക് ഇന്നൊരു അടിപൊളി ടേസ്റ്റി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും വേണ്ട, അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പണ്ട് അമ്മ ഉണ്ടാക്കി തരലുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അന്ന് അമ്മിയിലൊക്കെ അരച്ച് ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടൂല. എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്സിയിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സംസാരത്തിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്ത സമയത്ത് എൻ്റെ സംസാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് അത് കണ്ട എൻ്റെ എന്നോട് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന്. പക്ഷേങ്കിൽ ഞാനിങ്ങനെയാണ്, എൻ്റെ സംസാരം ഇങ്ങനെയാണ്. ഇതിലൊരു മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ ഞാനല്ലാണ്ടായി പോകും. പക്ഷേ ഒരു വീഡിയോയിൽ സംസാരത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോൺ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈ ഒരു സംസാരത്തിൽ തന്നെയല്ല, എൻ്റെ ഈ ഒരു ടോണിൽ തന്നെ അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൊഞ്ചം പൊടി വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊഞ്ചം പൊടിയില്ലേ, നമ്മുടെ കൊഞ്ചം പൊടി ഒരു എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലോണം ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ചെറിയൊരു തീയിൽ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കരിഞ്ഞൊന്നും പോകരുത്, നല്ലോണം ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ട് മാത്രമേ ചെയ്യാവൂ. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ബ്രൗൺ കളറാകുന്നത് വരെ അത് വറുത്തെടുക്കുക. നമ്മളിത് വറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചിരകിയ തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഉപ്പും മുളക് പൊടിയെല്ലാം നമുക്ക് ഏകദേശം ഒരു കണക്കറിയാലോ. ഇത്ര സ്പൂണ് എന്നൊന്നും പറയുന്നില്ല, നമുക്കൊരു ഏകദേശം ഒരു കണക്കറിയാലോ. ആ ഒരു കണക്കിനനുസരിച്ച് നമ്മൾ ഇടുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു എണ്ണയിൽ ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ എല്ലാം നല്ല രീതിയിൽ വറുത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് അമ്മ ഉണ്ടാക്കി തരലുണ്ടേനൊന്ന്. അന്നേരമൊക്കെ ഇനി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. റേഷനരി ചോറും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അതൊക്കെ ഒരു കാലല്ലേ. ഇന്ന് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഒന്നും രണ്ടും കറികളൊക്കെ ഉണ്ടാവില്ലേ ചോറിന്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇന്നത്തെ അവസ്ഥയൊക്കെ ആകെ മാറിയില്ലേ. പക്ഷേങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ കറിയൊക്കെ കൂട്ടി തിന്നുന്ന സമയത്ത് ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് മാത്രമല്ല, നമ്മളെ വീട്ടിലെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവില്ലേ, ഓരോന്നും ഈ ഒരു ടേസ്റ്റൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ കറികളൊന്നും ഉണ്ടാവില്ല വീട്ടിൽ. ഒരു ചമ്മന്തിയും ചോറും അല്ലെ ഒരു അച്ചാറും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നല്ലേ. ഇന്ന് അച്ഛനും അമ്മയും ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പോൾ നല്ല കറികളൊക്കെ കൂട്ടി നമുക്ക് ദിവസവും ചോറൊക്കെ തിന്നാം. ആ ഒരു രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പണ്ടത്തെ ഈ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് ഒരു സുഖം തന്നെയാണ്. നല്ല ഓർമ്മകളല്ലേ, നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളല്ലേ. അമ്മേൻ്റെ കൈയിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടുന്ന ഈ ഒരു ചമ്മന്തിയിലൊക്കെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സുഖമല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച കൊഞ്ചം പൊടിയും തേങ്ങയും ഉള്ളിയും മുളകും ഉപ്പും കറിവേപ്പിലൊക്കെ കൂട്ടി ഈ ഒരു മിശ്രിതം നമ്മൾ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മളെ ചമ്മന്തി റെഡിയായിട്ടോ. അപ്പോൾ ചോറിന് ഇനി വേറെ ഒന്നും വേണമെന്നില്ല. ഞാൻ കുറച്ച് ചോറും കുറച്ച് കൊഞ്ചൻ ചമ്മന്തിയും നേരത്തെ ഉണ്ടാക്കി വെച്ച കുറച്ച് കോവക്ക ഉപ്പേരിയും കൂട്ടി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.